ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു ബീഫ് മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മന്തിയും ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇത് ബീഫ് മന്തി ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോളം ബീഫ് ഞാൻ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീഫ് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മന്തി മസാല ഉണ്ടാക്കുന്നത് ഞാനൊരു കപ്സയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടച്ച് വെക്കാം. ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാനിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1 ടീസ്പൂണോളം ഹോളായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2-3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, ഒരു 3 ഗ്രാമ്പു, പിന്നെ ഒരു ഡ്രൈ ലെമൺ, ഇതൊക്കെയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് പാകത്തിന് എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മന്തി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുള്ള മന്തി റൈസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റൈസ് 1 മണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. മന്തി റൈസ് നമുക്കിപ്പോൾ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. കുതിർത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു റൈസും കൂടിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മന്തി റൈസും ബസ്മതി റൈസും രണ്ടാട്ടോ, രണ്ടും ഒന്നല്ല. കുറച്ച് പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 90% നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ റൈസ് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് കുക്കായതിന് ശേഷം നോക്കുക, അരി കടിക്കുന്നില്ല, കറക്റ്റ് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് ഊറ്റിയിട്ട് റൈസ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബീഫ് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് ഹോൾ പെപ്പർ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മല്ലി പുതിന കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു വലിയൊരു പാത്രം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. റൈസും കൂടി ഇടാൻ മാത്രം വലിപ്പമുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പം ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് നമ്മൾ ദമ്മിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ബീഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ബീഫിനും വെള്ളം റിലീസായിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ തന്നെ ആട്ടോ നമ്മൾ സ്പൈസസും ക്യാപ്സിക്കും മല്ലിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിന്ന് റിലീസായി ഈ ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ചേർത്ത ഓയിൽ, ഇതൊന്ന് ഇതുപോലെ ബീഫൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഓയിൽ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക. ഇത് നമുക്ക് ദമ്മിടുന്ന സമയത്ത് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഈ ഒരു ബീഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് കംപ്ലീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലായിട്ട് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഫുഡ് കളർ അവിടെ ഇവിടെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ മന്തിക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ മസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കനലൊന്ന് ആക്കിയിട്ട് അതൊരു ബൗളിലേക്ക് എടുത്തിട്ട് ഈ റൈസിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്മോക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സ്മോക്ക് വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ദമ്മിട്ട് വെക്കുകയാണ്, 1 മണിക്കൂറെങ്കിലും വെക്കണം. ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ നമുക്കിത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച ഈ ഒരു ബൗൾ എടുത്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച ആ ഒരു പച്ചമുളകും പിന്നെ ആ ഡ്രൈ ലെമണൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് റൈസ് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നല്ല മിക്സായിട്ട് ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് വരണം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു പണിയേ ഇല്ല. കറക്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മന്തീൻ്റെ അതേ ടേസ്റ്റ് കിട്ടും, അതിനേക്കാളും ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിക്കൻ മന്തി റെഡിയാക്കി എടുക്കാം. ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് ആദ്യം വേവിച്ചിട്ടില്ലേ ബീഫ്, ആ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ അത്ര വേവൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടിക്കായാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും